ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന മനോഹറിനെയാണ്. മനോഹർ കുഞ്ഞും കൊണ്ട് ഓരോരോ പാർക്കിലും ബീച്ചിലൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. കുഞ്ഞിന് ഒരുപാട് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞിനും കൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കിരണും അതുപോലെ തന്നെ രതീഷും കൂടി കാറിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ തപ്പി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ. അപ്പോ രതീഷ് ചോദിക്കണ്ടല്ലേ സാറേ, ഈ മനോഹർ തന്നെയായിരിക്കും കുഞ്ഞിനെ കൊണ്ടുപോയത്? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഈ വല്ല ഭിക്ഷാടകര് കൊണ്ടുപോയതാണെന്നുണ്ടെങ്കിലോ? എടാ അങ്ങനൊന്നും പറയല്ലേടാ, അല്ലെങ്കിൽ തന്നെ ആകെ ടെൻഷൻ ആയിട്ട് ഇരിക്കുകയാണ്. അല്ല സാറേ, കുഞ്ഞ് കളിക്കുന്ന ബോള് മുറ്റത്തുണ്ടായെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഗേറ്റും തുറന്നിരിക്കണ്ടായിരുന്നല്ലോ. ഭിക്ഷാടകരും അങ്ങനെയല്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓ, ആകെ പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. ഇനിയിപ്പൊ അറിയില്ല, അവൻ തന്നെ കൊണ്ടുപോകാനാണ് ചാൻസ്. എന്നാലും സാറേ, കല്യാണത്തിനിടയ്ക്ക് ഇതുപോലത്തെ സംഭവം ഭയങ്കര സംഭവം തന്നെയാണ്. എടാ അതല്ലടാ, സരയു ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും അവൾക്ക്. എന്തായാലും കിട്ടട്ടെ, അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കിരൺ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിരണിനെ കോള് വരുന്നത് കേട്ടോ. അപ്പൊ കിരൺ ഫോൺ എടുക്കണ്ട്. ഹലോ, ആ സാറേ, ഞാനാ മനോഹർ. എടാ നീ അവിടെ കുഞ്ഞിനെടുത്തത്? സാറേ, കുഞ്ഞ് എന്റെ കൂടെ തന്നെയുണ്ട്. എന്ത് പണിയടാ മനോഹർ നീ കാണിച്ചത്? നീ ഇപ്പൊ എവിടെയുണ്ട്? സാറേ, നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? ഞാനിപ്പോ ഈ സ്ഥലത്തുണ്ടെന്ന് കിരൺ പറയുമ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള പാർക്കിൽ തന്നെയുണ്ട്. സാർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുഞ്ഞിനെ തന്നുവിടാം. ശരി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കിരൺ ഫോൺ വെക്കാണ്. രതീഷ് ചോദിക്കേണ്ട, അവൻ തന്നെയാണ് കുഞ്ഞിനെ എടുത്തത് അല്ലേ സാറേ? അതെ, അവൻ തൊട്ടടുത്തുള്ള എവിടെ പാർക്കിലുണ്ടെന്ന്. അവിടെ പോയിട്ട് നമുക്ക് കുഞ്ഞിനെ മേടിച്ചിട്ട് എത്രയും പെട്ടെന്ന് സരയുവിനെ ഏൽപ്പിക്കാം. ആ കുഞ്ഞിനെ അവന് ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് സാറേ. പക്ഷെ അത് സരയുവിന് മനസ്സിലാവല്ലോ. അവളാണെങ്കിൽ മനോഹറിനെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. പിന്നെ മനോഹറാണ് വിളിച്ചതെന്നും മനോഹർ പാർക്കിലുണ്ട് അവിടെ വരാൻ പറഞ്ഞത് വിളിച്ചെന്നൊക്കെ പറഞ്ഞ സരയു ആകെ ഭ്രാന്തളകി അങ്ങോട്ടേക്ക് വരും അവനെ കൊല്ലാനായിട്ട്. അതുകൊണ്ടാ പിന്നെ മനോഹർ എവിടെയാണെന്നൊന്നും ഞാൻ വിളിച്ചു പറയാത്തത്. അത് മാത്രല്ല, കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാലും അവനാണ് കൊണ്ടുപോയെന്നുള്ള കാര്യം നമുക്കാർക്കും പറയൊന്നും വേണ്ട എന്ന് രതീഷിനോട് കിരൺ പറയുന്നുണ്ട്. എന്നിട്ട് അവർ നേരെ പോണത് പാർക്കിലേക്കാട്ടോ. അവിടെ മനോഹറിന്റെ കയ്യിൽ തന്നെ കുഞ്ഞുണ്ട്. കിരൺ വേഗം തന്നെ മനോഹറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്ത് പണിയാ മനോഹർ നീ കാണിച്ചത്? കുഞ്ഞിനെ കാണാതെ സരിയു ഭ്രാന്ത് പിടിച്ചു പോലെ നടക്കാണ്. ദേ, ഇനി ഇതുപോലത്തെ സാഹസം ഒന്നും കാണിക്കരുത് കേട്ടോ. സാറേ, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ല സാറേ. അതുകൊണ്ടാ ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് വന്നത് എന്ന് പറയുമ്പോ രതീഷ് പറഞ്ഞിടാ, നീ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞിനെ അവള് വളർത്തിക്കൊണ്ടിരിക്കണത്, അതറിയാവോ? അല്ല, ഇനിയിപ്പൊ നീ മരിച്ചില്ലെന്ന് കുഞ്ഞറിഞ്ഞാലും നാളൊരു സമയത്ത് നിന്റെ ചരിത്രമൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേ ഈ പെൺകുഞ്ഞ് നിന്നെ വെറുക്കോടാ, അത് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും, സാറേ വെറുക്കണമെങ്കിൽ വെറുത്തോട്ടെ, പക്ഷെ എനിക്ക് അതുവരെ എന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ല. സരിയു പ്രാന്ത് പിടിച്ചപ്പോൾ നടക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ എനിക്ക് കുഞ്ഞിനെ കാണാതായി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനക്കേടാണ്. പിന്നെ കുഞ്ഞ് എന്റെ അടുത്ത് നിന്നിട്ട് കരുന്നതേ ഇല്ല എന്ന് പറയുമ്പോ കിരൺ പറയണ്ടേ, അല്ലെങ്കിലും ഈ കുഞ്ഞ് പെട്ടെന്ന് കരയുന്ന കുഞ്ഞൊന്നുമല്ല, അങ്ങനെ വാശി പിടിച്ച് അവൾ കരയാറൊന്നുമില്ല എന്ന് പറയാണ്. എന്തായാലും ഇതുപോലൊന്നും ചെയ്യലേട്ടോ. നാളെ കാർത്തികയുടെ വിവാഹമാണ്. ആ സമയത്ത് ഇതുപോലത്തെ തലവേദനകൾ എടുത്തു വെക്കാൻ വയ്യ, അല്ലെങ്കിൽ തന്നെ ആകെ പല ടെൻഷനും കാര്യങ്ങളാണ്. കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ അടുത്തേക്ക് വിട്ടേക്ക്, സരയുടെ അടുത്ത് അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് കിരൺ കുഞ്ഞിനെടുക്കാണ്. അപ്പോ മനോഹർ കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണ്ട്, സാറേ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണമെന്ന് തോന്നുമ്പോ ഞാനൊന്ന് പോയി കണ്ടോട്ടെ സാറേ എന്ന് പറയാണ്. മനോഹറെ, ഞാൻ നിന്നോട് പറഞ്ഞു, ദേ സരിയു നിന്നെ കൊല്ലണോന്ന് പറഞ്ഞ് നടക്കാണ്. നീയാണ് ഞാനാ കുഞ്ഞെടുത്തെന്ന് പറയണ്ട സാറേ എന്നാ. അതെ, നീയല്ല എടുത്തില്ലെന്ന് പറഞ്ഞില്ലെങ്കിലും അവൾ അത് വിശ്വസിക്കില്ല. കാരണം ബോധമുള്ള ആർക്കും മനസ്സിലാവില്ലേ നീ തന്നെയാ കുഞ്ഞിനെടുത്തേന്ന്. എന്തായാലും ഞങ്ങളും നോക്കട്ടെ, വാ രതീഷെ പോവാം എന്ന് പറഞ്ഞിട്ട് കിരൺ രതീഷിനെ കൂട്ടിക്കൊണ്ട് കാറിലേക്ക് കയറാട്ടോ. കുഞ്ഞ് ദൂരെ പോണ വരെ മനോഹർ കുഞ്ഞിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം കിരണും രതീഷും കൂടി കാറിൽ കയറിയിട്ട് കുഞ്ഞിനെ കൊണ്ട് പോവുകയാണ്. ആ സമയം സരിയു ആണെങ്കിൽ കരഞ്ഞോണ്ടേ ഇരിക്കാട്ടോ. ഈശ്വരന്റെ കുഞ്ഞ് ഒരു വിവരം ഇല്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട്, എന്നാലും ഇത്രയോ സമയമല്ലോ കല്യാണി മോളെ, എന്റെ കുഞ്ഞിനെ കുറിച്ച് ഒരു വിവരം കിട്ടില്ലല്ലോ. സരിയു പറയാണ്, ദേ മിണ്ടി പോരുത് നിങ്ങൾ, നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഖം കാണുമ്പോൾ ദേഷ്യം കൂടി കൂടി വരുവാണ്. കല്യാണി പറയണ്ട, ആന്റി മിണ്ടണ്ട, ഞാൻ നോക്കട്ടെ, കിരണിനെ ഒന്ന് വിളിച്ചു നോക്കുമോളെ എന്ന് ഷാരി പറയുമ്പോ കിരണിനെ വിളിക്കാൻ വേണ്ടി കല്യാണി ഫോൺ എടുക്കുന്ന സമയത്താണ് പുറത്ത് ഒരു ഹോൺ ഇടിക്കുന്ന ഒച്ച കേൾക്കണ കേട്ടോ. ദേ കിരണിന്റെ കാറാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഷാരി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, സരിയും പോകുന്നുണ്ട്. ആ സമയത്ത് കിരൺ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ. കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ സരിയുവിന് സന്തോഷമാവാണ്. സരിയു വേഗം തന്നെ കുഞ്ഞിനെ വാങ്ങിച്ച് കുറെ ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിനെ കിട്ടിയല്ലേ, എവിടുന്ന കിരണിനെ കിട്ടിയത് എന്റെ കുഞ്ഞിന് എന്ന് ചോദിക്കുമ്പോ കിരൺ പറയേണ്ടത്, അടുത്തുള്ളൊരു പാർക്കില് ഏതൊരു അജ്ഞാതം വിളിച്ചാണ് കുഞ്ഞവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനവിടെ പോയപ്പോഴേക്കും കുഞ്ഞവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ കൂട്ടിക്കൊണ്ടെന്നാണ്. ആരാ കൊണ്ടുപോയെന്ന് അറിയില്ല. അവനായിരിക്കും, വേറെ ആരുടെ അടുത്തോണ്ട് പോകാനാണ്. എന്തായാലും എന്റെ കുഞ്ഞിനെ കിട്ടിയല്ലോ. സരിയു, നീ ഇവർക്ക് തിന്നാൻ എന്തെങ്കിലും കൊടുക്ക്, കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്, കുഞ്ഞിനെ വിശക്കുന്നുണ്ടാകും എന്ന് പറയണം. ഞാൻ എന്റെ കുഞ്ഞിനെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സരിയു കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോവാ. ഷാരിയും അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഷാരിയിൽ ചോദിക്കേണ്ടി കിരണോട്, മോനെ കിരൺ എവിടെന്നാ കുഞ്ഞിനെ കിട്ടിയത്? ആന്റി പറഞ്ഞല്ലോ പാർക്കിൽ നിന്നാണ് കിട്ടിയത്.
ആന്റിയും കൂടി പോ എന്ന് പറയാണ്. അങ്ങനെ ഷാരിയും അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. കല്യാണി ചോദിക്കുന്നുണ്ട്, കിരണേട്ടാ എന്താ സംഭവിച്ചത്? അവൻ തന്നെയാ കല്യാണി എടുത്തത്, മനോഹർ. എന്നിട്ട് അവൻ എന്നെ വിളിക്കായിരുന്നു പാർക്കിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അവനെങ്ങാനും കണ്ടു എന്ന് പറഞ്ഞ സരയു ചോദിക്കൂല എന്താ അവനെ കൊല്ലാത്തേന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എനിക്ക് തോന്നിയായിരുന്നു അവൻ തന്നെ എടുത്തതെന്ന്. എന്തൊരു അവസ്ഥയാ നോക്ക് കല്യാണി. അവിടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ആ സമയത്ത് നമ്മൾ ടെൻഷൻ പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അതിന്റെ അപ്പുറം ടെൻഷൻ എന്ന് പറയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ കിരണേട്ടാ എന്ന് കല്യാണി പറയുന്നുണ്ട്. അപ്പോ കല്യാണി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പത്തെ മനോഹറിനെ സരയുനെ സ്നേഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? അത് ശരിയാണ്, പക്ഷെ അവള് സ്നേഹിക്കില്ലല്ലോ, അവൾക്ക് അവനോട് ദേഷ്യമാണല്ലോ എന്ന് പറയാണ്. പിന്നെ മനോഹറിന് ഇപ്പൊ ജയിലിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴാ തിരിച്ചു വരെന്ന് പറയാൻ പറ്റില്ല. അതും ശരിയാണ് എന്ന് കല്യാണി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കണ രാഹുലിനെ വിക്രത്തിനെ ആട്ടോ. രാഹുൽ വിക്രത്തോട് പറയുന്നുണ്ട്, പുറത്ത് എന്തൊക്കെയാ നടക്കണേന്ന് അറിയില്ലല്ലോടാ, ഇനി എന്റെ മോളെങ്ങാനും അവനെ കൊന്നു കാണുമായിരിക്കോ ആ മനോഹരനെ. വിക്രം പറയണ്ട്, അങ്കിളെ മനോഹറിനെ കൊല്ലാതിരിക്കണേ നല്ലത്, പിന്നെ സരയു ജയിലിൽ വന്ന് കിടക്കും, അത് അങ്കിളിന് സഹിക്കാൻ പറ്റില്ലല്ലോ. മനോഹർ ഇങ്ങോട്ട് വന്നോട്ടെ അങ്കിളെ, നാളെ കഴിയുമ്പോഴേക്കും അവനിങ്ങോട്ട് വരുമല്ലോ, ഗംഗേട്ടനും വരുമായിരിക്കും. നാളെ അവളുടെ കല്യാണമാണല്ലോ, അവളെ കൊന്നിട്ട് ഗംഗേട്ടനും ഇവിടെ വരും. പിന്നെ നമുക്ക് കൂടി ഒരു 3 പേർ കൂടി പ്ലാൻ ഉണ്ടാക്കി ആ മനോഹറിനെ കൊല്ലാം എന്ന് പറയുമ്പോ രാഹുൽ പറയണ്ട, ശരിക്കും പറഞ്ഞ മനോഹർ അല്ലടാ ആദ്യം മരിക്കേണ്ടത്, നിന്റെ രണ്ടാമത്തെ പെങ്ങളില്ലേ കല്യാണി, അവളായിരുന്നു. അവള് കാണോ നമുക്കൊക്കെ ഈ ദുരന്തം ഉണ്ടായത്. അത് അങ്കിള് പറഞ്ഞ ശരിയാണ്, അവളാണ് എല്ലാത്തിനും കാരണം. അവൾ എത്രമാത്രം വേദനകൾ അനുഭവിച്ചിട്ട് 10-20 വയസ്സ് വരെ, എന്നിട്ട് അവന്റെ ഇരട്ടിയായിട്ടാ അവളിപ്പോ സുഖിച്ച് അനുഭവിക്കുന്നത്. എനിക്കത് സഹിക്കാനൊന്നും പറ്റുന്നില്ല അങ്ങളെ. എടാ, എന്റെ മകളുടെ പേരുള്ള കമ്പനിയിലാണ് ഇപ്പൊ അവള് MD ആയിട്ടിരിക്കണത്. എന്റെ മകളോ വെറും ഒരു ജോലിക്കാരിയായിട്ട്. അവള് മരിച്ചെങ്കിൽ മാത്രമേടാ MD കസേരയിൽ എന്റെ മോൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കിരണിന്റെ കൂടെ എന്റെ മോൾ ഇരിക്കണം. വിക്രം പറയണ്ട്, അങ്ങളെ പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്, കിരൺ വെറും ഒരു പെൺകോന്തനാണ്, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ കല്യാണിയുടെ വായ നോക്കി നടക്കുന്ന വെറും ഒരു പെൺകോന്തൻ. ഒന്ന് ആലോചിച്ച് നോക്കിയ, അവളുടെ കൂടെയാണ് എപ്പോഴും നടപ്പ്. അവള് മരിച്ചാലുവേ കിരണെ അവളുടെ ഓർമ്മയിൽ അങ്ങനെ കഴിയുമെന്നാ എനിക്ക് തോന്നണത്. അതൊക്കെ നിന്റെ തോന്നലാടാ, 1-2 വർഷമൊക്കെ ചിലപ്പോ അവളിങ്ങനെ കഴിയുമായിരിക്കും. പക്ഷെ രൂപക്കും ചന്ദ്രസേനൊക്കെ ഇപ്പൊ സരുവിന്റെ സ്വഭാവം മാറിയോണ്ട് വല്ലാത്ത അവളോട് ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് അവര് നിർബന്ധിച്ച് അവൻ അവിടെ കല്യാണമൊക്കെ കഴിച്ചോളൂ. പക്ഷെ ആദ്യം ഒഴിഞ്ഞു പോണത് ആ കല്യാണി എന്ന് പറഞ്ഞവളാണ് എന്നൊക്കെ രാഹുൽ ഇങ്ങനെ പറയാട്ടോ. പിന്നീട് കാണിക്കണ ഗംഗേനെയാണ്. ഗംഗ ഒരു ദേഹണ്ണക്കാരന്റെ വേഷത്തില് ദിലീപിന്റെ വീടിനടുത്തേക്ക് വന്നിരിക്കട്ടോ. അവിടെ ഒരു പെട്ടിക്കടയിൽ പെട്ടിക്കടയിൽ പോകുന്നുണ്ട്. പറഞ്ഞു, ചേട്ടാ ഒരു നാരങ്ങ വെള്ളം. അല്ല, ഈ ദിലീപിന്റെ വീട് എവിടെയാ, കല്യാണം നടക്കുന്ന ദിലീപിന്റെ വീട്? അതാണോ? ഇവിടുന്ന് ഒരു 200 മീറ്റർ മാറി ലെഫ്റ്റ് സൈഡിലാണ്. അവിടെ കുറച്ച് വാഴയില വേണമെന്ന് പറഞ്ഞിരുന്നു എന്ന് ഗംഗ പറയുമ്പോ ആ കടക്കാരൻ പറഞ്ഞു, വാഴയിലയോ? അവിടെ നമ്മുടെ ഒരു കടയിൽ നിന്നുള്ള പുള്ളിക്കാരനാണ് വാഴയിലൊക്കെ കൊടുക്കണത്. പിന്നെ നിങ്ങൾ എന്തിനാ വാഴയില കൊടുക്കണം? അയ്യോ, ഞാൻ ആ കടക്കാരന്റെ അമ്മാവന്റെ വകയിലൊരു അമ്മാവനാണേ, അവിടെ കൊണ്ട് കൊടുക്കാൻ എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഓ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് നാരങ്ങളൊക്കെ കുടിച്ച് പൈസ കൊടുക്കേണ്ട ഗംഗ കേട്ടോ. എന്നിട്ട് നേരെ പോണത് നമ്മുടെ ദിലീപിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്, വാഴയിലേക്കായിട്ടാണ് പോണത്. അതേസമയം നമ്മുടെ ദിലീപിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാര്. ദിലീപ് പറയണ്ട, എടാ മതിയടാ, എന്തിനാണ് ഇത്ര ഒരുക്കണത്? എന്റെ കല്യാണം ഇന്നൊന്നും അല്ലല്ലോ. എടാ കല്യാണം ഇന്നല്ല, പക്ഷെ കല്യാണപ്പെണ്ണിന്റെ വീട്ടിൽ നമ്മൾ പോകുവാണല്ലോ. നോക്ക്, അവൾ അപ്പൊ അവിടെ ഒരുങ്ങിയായിരിക്കും നിക്കണത്, നമ്മളും കുറവൊന്നും ആവരുതല്ലോടാ, അതുകൊണ്ടാ നിന്നെ ഒരുക്കണത്. സത്യമാണ്, ഈ ഒരുക്കൊന്നും വേണ്ടടാ. പുറത്തൊരുത്തനുണ്ടല്ലോ ആ കാർത്തികയുടെ വീടിന്റെ ചുറ്റും നടന്നുകൊണ്ടിരിക്കായിരിക്കും ആ ഗംഗപ്രസാദ്. നിനക്കും അവനെ പേടിയുണ്ടോ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോ, എങ്ങനെയാ പേടിക്കാതിരിക്കണത്? അവൻ നേർക്ക് നേരല്ലോ വന്നത്, പുറകെ കൂടിയല്ലേ. പിന്നെ കാർത്തികനെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പേടിയില്ലാത്ത ആത്മവിശ്വാസമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് അവനൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാ. കാരണം നമ്മളിപ്പോ കാർത്തികയുടെ വീട്ടിൽ പോകുമ്പോ നേരൊരു ടിപ്പർ വന്ന് ഇടിച്ചാൽ നമ്മൾ തീർന്നില്ലേ. അവൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവനാണ് എന്ന് പറയുമ്പോഴേക്കും, എന്തായാലും കാർത്തികയ്ക്ക് ഞാൻ ആത്മവിശ്വാസം കൊടുക്കാറുണ്ട്. എടാ നീ ടെൻഷൻ ആവണ്ടടാ. കിരൺ എന്ന് പറഞ്ഞവൻ 2 പ്രാവശ്യം തല്ലി ചതച്ചതല്ലേ, അപ്പൊ അതുകൊണ്ട് അവൻ വലിയ ഗുണ്ടൊന്നും ആയിരിക്കില്ല. എടാ അവൻ ഗുണ്ട അല്ലെങ്കിൽ പോലും പുറകെ നിന്നാണ് വന്ന് ആക്രമിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാ എന്റെ ഒരു ടെൻഷൻ, അത്രേ ഉള്ളൊരു ടെൻഷൻ. മുമ്പിൽ കൂടി വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു കൈ നോക്കായിരുന്നു. ഇത് ആരും വരാതെ പുറകേലും ഇരുട്ടിന്റെ മറവിലേക്കല്ലേ അവൻ വരുന്നത് എന്നിങ്ങനെ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. Bye bye.